മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഉഹദ് മലയുടെ മേലേക്ക് കയറിയ സംഭവം മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും കൂടെയുണ്ട്. അവർ ഉഹദ് മലയിലേക്ക് കയറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സിദ്ദീഖ് തങ്ങളുടെയും ഒക്കെ പാദസ്പർശമേറ്റ സന്തോഷത്താൽ ഉഹദ് മല ഒന്ന് അനങ്ങി. ഉടനെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് മലയോട് സമാധാനമായിരിക്കൂ, നിന്റെ മേലെയുള്ളത് നബിയും സിദ്ദീഖും രണ്ട് ഷഹീദുകളുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് മലയുടെ മേലെയുള്ളത് അല്ലാഹുവിന്റെ റസൂലാണ്, കൂടെയുള്ളത് സയ്യിദുനാ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു, കൂടെയുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുമാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് നോക്കൂ, അടങ്ങൂ, നിന്റെ മേലെയുള്ളത് നബിയും സിദ്ദീഖും രണ്ട് ഷഹീദുകളുമാണ്. രണ്ട് ഷഹീദുകൾ. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന്, മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർത്തമാനങ്ങൾ അങ്ങനെയാണല്ലോ. അവിടുന്ന് ഒരിക്കലും വഹിയല്ലാത്ത വർത്തമാനങ്ങൾ പറയാറില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയാണല്ലോ അവിടുത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സംസാരിക്കുന്നത് ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹിയല്ലാതെ പറയുന്നില്ല. മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെയും ഷഹാദത്തിനെ അവിടെ വെച്ച് വിളംബരം ചെയ്യുകയാണ്. മുഅത്തത്തിലേക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെ തലേ ദിവസം, മുഅത്തത്തിലേക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെ തലേ ദിവസം സൈന്യാധിപന്മാരാരാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആദ്യം ഇസ്ലാമിന്റെ പതാക എടുക്കണം. അവർ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിന്റെ ഇടയിൽ അവർ വീണുപോയാൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ നായകത്വം വഹിക്കണം. അവരും വീണുപോയാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ നിങ്ങൾ ഇസ്ലാമിന്റെ പതാക എടുക്കണം. അവരും വീണുപോയാൽ നിങ്ങളെല്ലാവരും ചേർന്ന് അനുയോജ്യനായ ഒരാളെ തെരഞ്ഞെടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൂന്ന് സ്വഹാബിമാരും അന്ന് മനസ്സിലാക്കി. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, നാളെ മുഅത്തത്തിലേക്ക് ഞാൻ യുദ്ധത്തിന് പോകും, തിരിച്ചു വരികയില്ല. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, നാളെ ഞാൻ മുഅത്തത്തിലേക്ക് യുദ്ധത്തിന് പോകും, തിരിച്ചു വരികയില്ല. സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, ഞാൻ മുഅത്തത്തിലേക്ക് പോകും, തിരിച്ചു വരില്ല. അതിലേക്കാണ് സൂചിപ്പിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ചരിത്രത്തിൽ എത്രയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനങ്ങളും അവിടുന്ന് പറഞ്ഞ വർത്തമാനങ്ങളും പുലർന്നു കണ്ടതിന്റെ അടയാളങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ കാണാം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് കാണാം, ആയിഷ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അരികിലേക്ക് വന്നു. ആയിഷ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹബീബായ നബിയേ, അങ്ങയുടെ ഈ മകനുണ്ടല്ലോ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടും നബിയേ. ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുമെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു ആയിഷ. എന്ന് മാത്രമല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്ന മണ്ണ്, അവിടുന്ന് വഫാത്തായി കിടക്കുന്ന മണ്ണ് എനിക്ക് കാണിച്ചു തന്നു ആയിഷ. എനിക്ക് ചുവന്ന മണ്ണ് കാണിച്ചു തന്നു. അല്ലാഹുവിന്റെ മലക്ക് എനിക്ക് ചുവന്ന മണ്ണ് കാണിച്ചു തന്നു.
മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കാണാം. മറ്റൊരു റിവായത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നതിന്റെ അരികിൽ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം ഇരിക്കുകയാണ്. അവിടേക്ക് കടന്നു വരികയാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അരികിലൂടെ വന്ന് നബി തങ്ങളുടെ ചുമലിൽ, ഹബീബായ നബി തങ്ങളുടെ ചുമലിൽ പിടിച്ചു നിന്നു. ഉടനെ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യം വരുന്നു, ഓ നബിയേ, അങ്ങ് ഇവരെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങ് ഇവരെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതേ ജിബ്രീൽ. ഉടനെ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഹബീബായ നബി തങ്ങളുടെ മറുപടി വന്ന ഉടനെ പറഞ്ഞു, അറിയുമോ, അങ്ങയുടെ ഉമ്മത്ത് ഇവരെ കൊന്നുകളയും നബിയേ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങയുടെ ഉമ്മത്ത് ഇവരെ കൊന്നുകളയും. മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് അനുമതി തരാമോ നബിയേ? ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വഫാത്തായി വീഴുന്ന മണ്ണ് അങ്ങേക്ക് കാണിച്ചു തരാം നബിയേ. കർബലയുടെ മണ്ണ് മദീനയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ കൊടുത്ത സംഭവം മഹാന്മാരായ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഉമ്മു സലമ, ഈ മണ്ണ് നീ ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കൂ, അത് രക്തക്കട്ടയായി മാറിയാൽ മനസ്സിലാക്കൂ എന്റെ മകൻ ഹുസൈൻ വധിക്കപ്പെട്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് മഹാനരായ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം, രക്തസാക്ഷിയായ ദിവസം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച മണ്ണ് നോക്കുമ്പോൾ അത് രക്തക്കട്ടയായി മാറി. ആ രാത്രിയിൽ ഞാൻ എന്റെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ തലയിലും താടിയിലുമെല്ലാം, മുസ്തഫായ നബി തങ്ങളുടെ തലയിലും താടിയിലുമെല്ലാം മണ്ണ് പുരണ്ടിരിക്കുന്ന രൂപത്തിൽ ആ രാത്രിയിൽ ഞാൻ നബി തങ്ങളെ കണ്ടു. അപ്പൊ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാനരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, അവരുടെ മഹത്വം വലുതാണ്. മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇഹലോകത്തിന്റെ സുഗന്ധമാണെന്ന് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മഹാന്മാരായ ഹദീസിന്റെ ഇമാമിങ്ങളൊക്കെയും രേഖപ്പെടുത്തിയത് കാണാം. ഇസ്ലാമിക ലോകത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ, അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിലകൊണ്ടത് ഇസ്ലാമിനു വേണ്ടിയാണ്. അവിടുത്തെ മഹത്വത്തെ ഈ അധികാര വടംവലികൾക്കിടയിൽ മറന്നുപോയി. ആശൂറയുടെ ദിവസത്തിൽ ബഹുമാനപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോ, മുഹറം 10 ബഹുമാനപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോ, ആ കൊലയാളികളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയെ കൊന്നുകളഞ്ഞതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാക്ക് നോക്കൂ, നിങ്ങളുടെ ഉമ്മത്ത്, അങ്ങയുടെ ഉമ്മത്ത് അങ്ങയുടെ മകനെ കൊന്നുകളയും നബിയെ. അള്ളാഹുവിന്റെ റസൂൽ തോളിലെടുത്തു നടന്നയാളാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരോടുള്ള സ്നേഹം എന്നോടുള്ള സ്നേഹമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്, ആ ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. ചരിത്രത്തിലേക്ക് തിരിച്ചുപോയി കർബലയിൽ നടന്നതെന്താണെന്ന് ഇഴകീറി പരിശോധിക്കുക എന്നുള്ളതല്ല, അതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളുണ്ട്. നോക്കൂ, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊന്നുകളഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര നിലനിൽക്കുന്നത്, അള്ളാഹു പ്രത്യേകമാക്കി നൽകിയത് അവിടുത്തെ മകളിലൂടെയാണ്. മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ, അവിടുത്തെ മക്കളായ മഹാന്മാരായ സാദാത്തുക്കളിലൂടെയാണ് ഇന്നുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര നിലനിൽക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ മഹാനരായ സയ്യിദുനാ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്, ഈസാ നബി അലൈഹിസ്സലാം ബനി ഇസ്രായേലിൽപ്പെട്ട ആളാണ് എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് ഉപ്പയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ പടപ്പാണത്. എന്നിട്ടും അള്ളാഹു ഈസാ നബിയെ ചേർത്ത് വെച്ചത് മറിയം ബീവിയുടെ പ്രിയപ്പെട്ട മകൻ, അത് ഇബ്രാഹീമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ്.
മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര അത് ഖിയാമം നാൾ വരെയും നിലനിൽക്കും. മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കൂടെ ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടികളിൽ നിന്ന് ധാരാളം ആളുകൾ കർബലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ, മഹാന്മാരായ ഖലീഫമാർ, അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. കർബലയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നത്. അവരെല്ലാവരും നബി കുടുംബത്തെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. ഈ ചരിത്രങ്ങൾ നമുക്ക് നൽകേണ്ട ചില പാഠങ്ങൾ. ഒന്നാമതായി ആ പ്രയോഗം നോക്കൂ. നിങ്ങളുടെ ഉമ്മത്ത് മഹാനരായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയും. ഇസ്ലാമിക ചരിത്രത്തിലെ വായിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ മഹാരഥന്മാരായ മനുഷ്യരെ ദ്രോഹിച്ചത്, ഇല്ലായ്മ ചെയ്തത്, അവർക്കെതിരെ ദുരാരോപണങ്ങൾ പടച്ചുവിട്ടത് എല്ലാം ജൂതന്മാരോ ക്രിസ്ത്യാനികളോ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവരോ ആയിരുന്നില്ല. ഈ ഉമ്മത്തിലെ പലതരത്തിലുള്ള ആളുകൾ പല താല്പര്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു. അധികാരമോ രാഷ്ട്രീയമോ സാമൂഹികമോ സാമ്പത്തികമോ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതിന് തെളിവാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിഷം കൊടുത്തു കൊന്നത് ജൂതനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ കൊന്നുകളഞ്ഞത് ചരിത്രത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചു നോക്കൂ. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തിൽപ്പെട്ട പ്രമുഖർ, ഇമാമിങ്ങൾ, അഇമ്മത്ത്, അവരെ ദ്രോഹിച്ചതിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടച്ചത് മറ്റു മതസ്ഥരായ ആളുകളല്ല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ദ്രോഹിച്ചത് മറ്റു മതസ്ഥരായ ആളുകളല്ല, അത് നമ്മുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അത് എക്കാലത്തും നമുക്കുള്ള വലിയൊരു പാഠമാണ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാവുകൊണ്ട് ഒരു ആലിമിനെയോ ഒരു സയ്യിദിനെയോ ഒരിക്കലും ഏതെങ്കിലും ഗ്രൂപ്പ് വ്യത്യാസങ്ങളുടെ, ഏതെങ്കിലും രാഷ്ട്രീയ വ്യത്യാസങ്ങളുടെ പേരിൽ ആക്ഷേപിക്കുക എന്ന ശൈലി മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. പലർക്കും പല ആശയങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകരുടെ പേരക്കുട്ടികൾ, അതുപോലെ ആലിമീങ്ങൾ, സമൂഹത്തിന് നേതൃത്വം നൽകുന്നവർ, അവരെ അവമതിക്കുന്ന ഒരു ശൈലിയിലേക്ക്, അഥവാ ഒരു കാലത്തെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൽപ്പെട്ട ചില ആളുകൾ കൈക്കൊണ്ട ശൈലികൾ, അത് നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളെ ദ്രോഹിച്ചത് അത്രയും ഈ ഉമ്മത്തിലെ ഇത്തരം താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നടന്ന ആളുകളാണ്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം, ആ കുടുംബത്തെ ബഹുമാനിക്കുക. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, രണ്ടു കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. അതിൽ ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. രണ്ടാമതെന്റെ കുടുംബമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ കുടുംബം പല സ്ഥലത്തുണ്ട്. പലയിടങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ മദീനയിൽ നിന്ന് പലയിടങ്ങളിലായി വ്യാപിച്ചു. അവിടെ നിന്ന് ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പല നാടുകളിലായി പോയവരാണ്. നമ്മുടെ നാട്ടിലേക്ക് വന്ന സാദാത്തുക്കൾ യമനിൽ നിന്ന് വന്നവരാണ്. അവർ യമനിലെത്തിയത് പല പ്രതിസന്ധികൾ തരണം ചെയ്ത് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടികൾ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തവരാണ്. അവരുടെ പരമ്പര മുസ്തഫായ നബി തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരകൾ അവരുടെ കൈവശങ്ങളിൽ ഉണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ആദരിക്കുക, അത് ഈമാനിന്റെ ഭാഗമാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ തങ്ങന്മാരുണ്ടാകും, സാദാത്തുക്കൾ ഉണ്ടാകും. അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. ആ കൂട്ടത്തിൽ അവർക്ക് സക്കാത്ത് കൊടുക്കൽ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പരിഗണന അവരിലേക്ക് എത്താറില്ല. അവരിൽ പാവപ്പെട്ട ആളുകളുണ്ട്, വീടില്ലാത്തവർ, പ്രയാസപ്പെടുന്നവർ, മക്കളെ വിവാഹം ചെയ്യാൻ പ്രയാസപ്പെടുന്നവർ, ഭക്ഷണമില്ലാത്തവർ, പലതരത്തിലുള്ള പ്രതിസന്ധികളിലുള്ളവർ, പല ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. ആ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവർ നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടികളാണ്. അവരെ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത്. ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ,
ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പരിശുദ്ധമായ ഈ ദീൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നതിന്, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. എന്റെ കുടുംബത്തോടുള്ള സ്നേഹമല്ലാതെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർ സാധാരണ സ്ത്രീകളല്ലാത്തതുപോലെ, യാ നിസാ അന്നബിയു ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, അതുപോലെ അവിടുത്തെ പേരക്കുട്ടികളും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും, ഒരു പ്രദേശത്ത് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബഹുമാനം നൽകുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. പറഞ്ഞു വരുന്നത് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, അന്നത്തെ സാഹചര്യങ്ങൾ പഠിപ്പിക്കുന്നത്, നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും മോശം പറയാൻ പാടില്ലെന്നാണ്. ഒരു തങ്ങളെയും ഒരു സയ്യിദിനെയും ഒരു ആലിമിനെയും ആക്ഷേപിക്കരുതെന്നാണ്. നമ്മളെപ്പോഴും നല്ല ശ്രദ്ധയുള്ളവരായി ജീവിക്കണമെന്നാണ് മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഉറച്ചു നിൽക്കാനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെട്ടത്. സ്വന്തം അധികാരത്തിനു വേണ്ടിയല്ല, പരിശുദ്ധമായ ദീനിനു വേണ്ടിയാണ്. അധാർമികതകൾക്കെതിരെ ശബ്ദമുയർത്താനാണ്. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അറിയാം ഞാൻ ആർക്കെതിരെയാണ് ശബ്ദിക്കുന്നതെന്ന്. ആർക്കെതിരെയാണ് ശബ്ദിക്കുന്നതെന്നറിയാം. അധികാരത്തിന്റെ മേലെ ഇരിക്കുന്നവർക്കെതിരെ പരിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സംസാരിച്ചു. യുവാക്കളെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. തലപോകുമെന്നുറപ്പാണെങ്കിലും ഹക്കിനു വേണ്ടി നിലകൊള്ളൂ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിലകൊള്ളൂ, ധാർമ്മികതയുടെ പക്ഷത്തുറച്ചു നിൽക്കൂ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തെ മുറുകെ പിടിക്കൂ. സർവ്വ തിന്മകൾക്കെതിരെയും, അള്ളാഹു പൊരുത്തപ്പെടാത്ത സകല തിന്മകൾക്കെതിരെയും പോരാടാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ആ വിശ്വാസം, നമ്മുടെ ആശയം, നമ്മുടെ ആദർശം, നമ്മുടെ ദീൻ, അതൊക്കെ മുറുകെ പിടിച്ച്, ഞാൻ എന്തിനാണിപ്പോൾ അതിലൊക്കെ പ്രതികരിക്കുന്നത്, ഞാൻ എന്തിനാണിപ്പോൾ അതിലൊക്കെ ഇടപെടുന്നത് എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവൻ കൊടുത്ത് സംരക്ഷിച്ച ദീനാണിത്. ആ ദീനിനു വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു ശബ്ദമാണെങ്കിൽ, ഒരു എഴുത്താണെങ്കിൽ, ഒരു വായനയാണെങ്കിൽ, നമ്മുടെ ഒരു ഇടപെടലാണെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന ചിന്ത നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ വിശാലമായി നമ്മുടെ മിമ്പറിൽ നിന്ന്, മെഹ്റാബിൽ നിന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചുപോകാതെ ലഹരിക്കെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോവുകയും അതിന്റെ പ്രവർത്തനങ്ങൾ പ്രസംഗങ്ങളിൽ മാത്രം ഒതുക്കിക്കളയാതെ കുടുംബയോഗങ്ങളായി, സംഗമങ്ങളായി, നമ്മുടെ അടുത്ത തലമുറയ്ക്കുള്ള മെസ്സേജുകളായി നമ്മുടെ മക്കൾക്കത് കൃത്യമായി പകർന്നു നൽകുകയും അതിലൂടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്ന ബോധം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു നൽകുകയും, ലഹരിക്കെതിരെയുള്ള മുസ്ലിമായ മനുഷ്യന്റെ പോരാട്ടം അത് ദുനിയാവിലെ ഏതെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിവെച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നാളെ അത് പരലോകത്തേക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ആ ഒരു ചിന്തയോടുകൂടി നമ്മുടെ നാടിനെ ഇനിയും നമ്മൾ കാവലിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനൊക്കെയും അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ.